ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് NCERTയുടെ ഒരു കുഞ്ഞു ടോപ്പിക്കാണ് നമ്മൾ കവർ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ NCERT ചാപ്റ്റർ വൈസും വീഡിയോ ചെയ്യുന്നുണ്ട്, ടോപ്പിക് വൈസും വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ആണ് വീഡിയോ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ NCERTയുടെ ചാപ്റ്റർ വൈസുള്ള പ്ലേലിസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം. അല്ല, ടോപ്പിക് വൈസ് ആയിട്ട് ഇപ്പം കേവല ഭൂരിപക്ഷം, ആനുപാതിക പ്രാതിനിധ്യമൊക്കെ നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് വേണ്ടതെന്ന് വെച്ചാൽ അതും എന്ത് ചെയ്യുക, ചാനലിൽ തന്നെ നമ്മുടെ പ്ലേലിസ്റ്റ് ആയിട്ട് കിടപ്പുണ്ടെന്ന് എടുത്ത് നോക്കുക. ഓക്കെ, അപ്പം ചില ടോപ്പിക്കുകൾ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നാം ഇതൊക്കെ എനിക്ക് അറിയുന്നതല്ലേ അല്ലേ, അപ്പം നമ്മൾ അങ്ങനെ വിചാരിക്കാം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ അടുത്ത് നമ്മൾ PSC എക്സാം ഒക്കെ എഴുതി തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് 15, 17 ഒക്കെ നെഗറ്റീവ് ഉണ്ടാവും. പക്ഷേ എക്സാം ഹാളിൽ നമ്മൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് എഴുതിയ കാര്യങ്ങളായിരിക്കും ഈ വീട്ടിലെത്തുമ്പോഴത്തേക്ക്, ബസ്സിലെത്തുമ്പോഴത്തേക്ക് ഒരു 2 എണ്ണം തെറ്റിയിട്ടുണ്ടാവും അല്ലേ, പിന്നെ ഒരു വീട്ടിലെത്തുമ്പോഴത്തേക്ക് എന്തായാലും ഒരു 10 എണ്ണം തെറ്റി എന്നുള്ള രീതിക്കായിട്ട് മാറും. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്? അതായത് നമ്മൾ വിചാരിക്കും പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ അറിയുന്ന ടോപ്പിക്കുകളൊക്കെ റിവിഷൻ വേണ്ട, ഇതൊക്കെ എന്താ എനിക്ക് അറിയുന്ന കാര്യങ്ങളാണെന്ന് വിചാരിക്കും അല്ലേ. എന്നാൽ ഇവിടെ എക്സാം ഹോളിൽ എത്തിക്കഴിഞ്ഞാലോ, എക്സാം ഹോളിൽ എത്തി ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ആ പഠിച്ച് അറിയാവുന്ന ടോപ്പിക്കിൽ തന്നെ ഈ ക്വസ്റ്റ്യൻ എഴുതാൻ നോക്കുന്ന സമയത്ത് നമ്മൾ അതിലുള്ള എന്താ പറയുക, ഡീപ്പറായിട്ടുള്ള നോളേജ് ഒന്നും നമുക്ക് ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ അത് റിവിഷൻ ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആൻസർ ഉറപ്പിക്കാനും പറ്റുന്നുണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ കൂളായിട്ട് അതിൽ ഏതെങ്കിലും ഒന്ന് കുത്തി വരികയും ചെയ്യും. വീട്ടിലെത്തിയ സമയത്താണ് ഇത് തെറ്റി എന്നുള്ളത് കാണുകയും ചെയ്യുക. ഭയങ്കര വിഷമമായിരിക്കും. കാരണം എന്താ, നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ഇതുപോലുള്ള ടോപ്പിക്കുകളാണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. ചാപ്റ്റർ വൈസ് പോകുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കുകളും കൂടെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇന്ന് നമ്മൾ ലക്ഷ്യപ്രമേയം എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് എന്ത് ചെയ്യുന്നത്, കവർ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ഭരണഘടനയുടെ ആമുഖത്തിലുള്ള പല ആശയങ്ങളും ആമുഖത്തിലേക്ക് എത്താനുള്ള കാരണം തന്നെ എന്താണ്, ലക്ഷ്യപ്രമേയമാണ്. ലക്ഷ്യപ്രമേയത്തിലുള്ള പല ആശയങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആമുഖത്തിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പം ആമുഖമൊക്കെ നമ്മൾ പഠിക്കാറുള്ളതാണ്. പക്ഷേ ഇപ്പോൾ പുതുതായിട്ട് വന്ന SCERT ടെക്സ്റ്റ് ബുക്കിലൊക്കെ ലക്ഷ്യപ്രമേയത്തിൻ്റെ പ്രധാന ആശയങ്ങളൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലക്ഷ്യപ്രമേയത്തിന്റെ ആശയത്തിൽ ഉൾപ്പെടാത്തത് ഏതാന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റണം അല്ലേ. അപ്പോൾ ലക്ഷ്യപ്രമേയത്തിന്റെ പോയിന്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഇന്ന് നമ്മൾ ക്ലാസ്സിൽ കവർ ചെയ്യുന്നത്. എൻ്റെ കൂട്ടത്തിൽ തന്നെ പഠിച്ചു പോവുക, നോട്ട് എഴുതാൻ ഇപ്പം നിങ്ങൾ നിൽക്കണ്ട, എക്സാം എടുത്ത് വരികയല്ലേ. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ വൃത്തിയായി നോട്ടൊക്കെ എഴുതി ഇത് പഠിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. PSC പഠിക്കുന്ന ഫ്രണ്ട്സിന് നിങ്ങളുടെ ഈ ചാനൽ ഒന്ന് സജസ്റ്റ് ചെയ്യുക, അവരും പഠിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ. നോക്കാം ലക്ഷ്യപ്രമേയത്തിലുള്ള പ്രധാന ആശയങ്ങൾ. നമുക്കറിയാവുന്ന കാര്യമാണ്, 1946 ഡിസംബർ 13 എന്ത് ചെയ്യുന്നത്, ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിക്കുന്നത്. അത് തയ്യാറാക്കുന്നതും ജവഹർലാൽ നെഹ്റു തന്നെയാണ്. ഇനി ഇത് പാസ്സാക്കുന്നത് എപ്പോഴാണ്, 1947 അടുത്ത വർഷം ജനുവരി 22. ഇനിയാണ് നമുക്ക് ഈ ലക്ഷ്യപ്രമേയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താ ശരിക്കും ഉദ്ദേശിച്ച ഈ ലക്ഷ്യപ്രമേയം കൊണ്ട്? ഭരണഘടന ഇനി നേടാൻ പോകുന്ന, അല്ലെങ്കിൽ ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നും, ഭാവി ഇന്ത്യ എന്തായിരിക്കുന്നു, ഭരണഘടനയിനുള്ളിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കുന്നു, ഭരണഘടന എന്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, ആദ്യം തന്നെ എന്ത് ചെയ്തു, ഭരണഘടനയുടെ ഒരു ലക്ഷ്യങ്ങൾ എന്നുള്ള പോലെ അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്നറിയപ്പെടുന്നത് ലക്ഷ്യപ്രമേയം അല്ലെ. അപ്പൊ ഈ ലക്ഷ്യപ്രമേയത്തില് മെയിനായിട്ട് പറയുന്നത് നമ്മൾ നേടേണ്ട ലക്ഷ്യങ്ങളെ കുറിച്ചും ഭരണഘടന എങ്ങനെയുള്ളതായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ള കാര്യമാണ്. നോക്കാം. അപ്പൊ ഇതിപ്പോ നിങ്ങൾക്ക് നോക്കി വായിക്കാണോ എന്നുള്ളൊരു തോന്നലും കാര്യങ്ങളൊക്കെ വരും. അതിൽ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്നുള്ള വെച്ചാൽ, ഇതിൽ ചിലപ്പോൾ ഇതേ സെന്റൻസ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരിക. അപ്പൊ ഞാൻ ഇത്രയും കാലം എങ്ങനെയാ വെച്ചാൽ ഇതിവിടെ ഉണ്ടാവും, സ്ലൈഡ് ഇവിടെ ഉണ്ടാവും, ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങൾ ടീച്ചിങ് ആയിട്ടെങ്കിലേ ടീച്ചിങ് ടീച്ചിങ് സ്റ്റൈൽ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് ചെയ്യാറുള്ളത്. ഇപ്പൊ വല്ലപ്പോഴും എന്ത് ചെയ്യും, സ്ലൈഡിലേക്ക് നോക്കിയിട്ട് ഒന്ന് അണ്ടർലൈൻ ചെയ്യുകയും ചെയ്യും, അങ്ങനെ ചെയ്യാറുള്ളൂ. പക്ഷെ ഇതിൽ എന്താ വെച്ചാൽ, ഇതിൽ ഓരോ പോയിന്റും നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കണക്കാക്കിയിട്ടാണ് മുന്നോട്ട് പഠിക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇതിലുള്ള പോയിന്റ്സ് അതേപോലെ തന്നെയാണ്. ഇപ്പൊ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം LD, ഖാദി ബോർഡ് LD അല്ലെ, ഇതിനൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ അതേ സെന്റൻസ് തന്നെയാണ്. NCERT ടെക്സ്റ്റ് ബുക്കിൽ സെന്റൻസ് പോലും മാറ്റാതാണ് എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നല്ല രീതിക്ക് തന്നെ വായിച്ചു പഠിക്കുക. പുറത്ത് നല്ല മഴയുണ്ട്, ചിലപ്പോൾ അതിന്റെ സൗണ്ട് ഒക്കെ കേട്ടെന്ന് വരാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും ഫസ്റ്റ് പോയിന്റ് പറയുന്നത് എന്താ, ഇന്ത്യ എന്തായിരിക്കണം എന്നാണ് ആദ്യത്തെ 2 പോയിന്റ്സ് പറയുന്നത്. ആദ്യം തന്നെ പറയുന്നു, ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കാണ്. ഇന്ത്യ ഒരു സ്വതന്ത്രമായിട്ടുള്ള രാജ്യമായിരിക്കും. ഇന്ത്യയുടെ പരമാധികാരം ഇന്ത്യക്ക് തന്നെയായിരിക്കും കൈകൾ ഉണ്ടാവുക. നമ്മൾ ഇത്രയും കാലം
ബ്രിട്ടന്റെ കീഴിലായിരുന്നത് പോലെ ആയിരിക്കില്ല ഇനി ഉണ്ടാവുക. പരമാധികാരം ഇന്ത്യക്കാർക്ക് തന്നെയാണ് ഉണ്ടാവുക. പിന്നെ ഇന്ത്യ എന്തായിരിക്കും? രാഷ്ട്രത്തലവനുള്ള ഒരു റിപ്പബ്ലിക് ആയിരിക്കും. തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു രാഷ്ട്രത്തലവനുള്ള ഒരു രാജ്യമായിരിക്കും. തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യത്തെ നമ്മൾ എന്ത് വിളിക്കുന്നത്? റിപ്പബ്ലിക് എന്ന് വിളിക്കുന്നത്. അപ്പൊ നോക്കുക, അപ്പം ബ്രിട്ടൻ റിപ്പബ്ലിക് ആണോ? അല്ല. കാരണം എന്താ? അവിടുത്തെ രാഷ്ട്രത്തലവൻ എന്ന് പറയുന്നത് എങ്ങനെയാ? തെരഞ്ഞെടുക്കപ്പെടുകയാണോ ചെയ്യുന്നത്? അല്ല. അവിടെ രാജാവ് രാജ്ഞിയൊക്കെ എങ്ങനെയാ വരുന്നത്? പരമ്പരാഗതമായിട്ട് അല്ലെ? അവിടെ ഇലക്ഷന്റെ കാര്യം വരുന്നില്ല. അതുകൊണ്ട് അത് റിപ്പബ്ലിക് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ എന്താ റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ? തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു രാഷ്ട്രത്തലവനുള്ള രാജ്യം. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താ? ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യൻ ഭൂപ്രദേശങ്ങളുടെയും പിന്നെ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെയും പിന്നെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാവാൻ ആഗ്രഹിക്കുന്ന മറ്റു പ്രദേശങ്ങളുടെയും. എന്തൊക്കെയാണ്? ബ്രിട്ടീഷ് ഇന്ത്യയുടെ പ്രദേശങ്ങള്, പിന്നെ നാട്ടുരാജ്യങ്ങള്. അത് രണ്ടുപേരും ഒന്നുണ്ടായിരുന്നത് പ്രവിശ്യ നാട്ടുരാജ്യങ്ങൾ. അതുകൂടാതെ ഇന്ത്യയുടെ ഭാഗമാവാൻ ആഗ്രഹിക്കുന്ന മറ്റ് പ്രദേശങ്ങളുടെയും കൂടെ യൂണിയൻ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ഇന്ത്യ എന്ന് പറയുന്നത്. ഇനി യൂണിയനിൽ, അതായത് കേന്ദ്രത്തിൽ കൊടുത്തിട്ടുള്ള അധികാരങ്ങൾ ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും, അതായത് കേന്ദ്രത്തിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരങ്ങൾ ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും ബാക്കി എല്ലാ അധികാരങ്ങളും ഈ ഒരു സ്വയംഭരണ യൂണിറ്റുകൾക്ക് കൊടുക്കുന്ന പറഞ്ഞത്. അന്ന് സ്വയംഭരണ യൂണിറ്റുകളാക്കി മാറ്റിയിരുന്നത് ഇന്ന് സംസ്ഥാനങ്ങൾക്ക് പകരം പ്രവിശ്യകളായിരുന്നു. ഇന്നിപ്പോ സംസ്ഥാനങ്ങൾ ഉണ്ടല്ലോ അല്ലെ? സംസ്ഥാനങ്ങൾ നിലവിൽ വന്നു. അപ്പൊ ഈ സംസ്ഥാനങ്ങളൊക്കെ എന്തായിരിക്കും പറയുന്നത്? സ്വയംഭരണ അധികാരമുള്ള കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ സ്വയംഭരണ അധികാരങ്ങളുള്ള സ്ഥാപനങ്ങളെ പോലെ ആയിരിക്കും വർക്ക് ചെയ്യാം. എന്താ പറയുന്നത്? യൂണിയനിൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ളതോ നിക്ഷിപ്തമായ പ്രദേശങ്ങൾ ഒഴികെ യൂണിയനെ രൂപീകരിക്കുന്ന മുഴുവൻ പ്രദേശങ്ങളും എന്തായിരിക്കും പറയുന്നത്? സ്വയംഭരണാധികാരമുള്ള യൂണിറ്റുകളായിരിക്കും. ഇവർക്കൊക്കെ എന്തുണ്ടാവും? സ്വയംഭരണ അധികാരം ഉണ്ടാവും. ഇനി ഗവൺമെന്റിന്റെയും ഭരണത്തിന്റെയും എല്ലാ അധികാരങ്ങളും ചുമതലകളും ഇവർ നിർവഹിക്കുകയും ചെയ്യും. അപ്പം ഫസ്റ്റ് പോയിന്റ്, ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ആണ്. പിന്നെ ഇന്ത്യ എന്തായിരിക്കും എന്ന് പറയുന്നത്? ബ്രിട്ടീഷ് ഇന്ത്യയുടെയും നാട്ടുരാജ്യങ്ങളുടെയും ഭാഗമാവാൻ ആഗ്രഹിക്കുന്ന മറ്റ് പ്രദേശങ്ങളുടെ ഒക്കെ ഒരു യൂണിയൻ ആയിരിക്കും. പിന്നെ ഈ യൂണിയനിലുള്ള അധികാരങ്ങൾ ഒഴികെ ബാക്കി എല്ലാ അധികാരങ്ങളും ഈ ഇതുപോലെയുള്ള സംസ്ഥാനങ്ങൾ പോലുള്ള അല്ലെങ്കിൽ മറ്റ് പ്രദേശങ്ങൾക്കൊക്കെ എന്ത് ചെയ്യും? സ്വയംഭരണ അധികാരമായിട്ട് വിഭജിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, 3 പോയിന്റ് സെറ്റ് അല്ലേ? ഇനി അടുത്തേ നോക്ക്. സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെയും ഭരണഘടനയുടെ എല്ലാ അധികാരങ്ങളും, ഈ പരമാധികാരി ആരാ ഇവിടെ? ഇവിടെ പരമാധികാരം ആർക്കാ ഉള്ളത്? ഇന്ത്യയിലെ ജനങ്ങൾക്കാണ്. എവിടുന്നാണ്? ജനങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? പരമാധികാരം. ജനങ്ങളാണ് ജനങ്ങളെ ഭരിക്കാനുള്ള ആളുകൾ എന്ത് ചെയ്യുന്നത്? തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ജനങ്ങൾക്കാണ് പരമാധികാരം എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇനി ആമുഖത്തിന്റെ ലക്ഷ്യപ്രമേയത്തിന്റെ മറ്റു ലക്ഷ്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെയാ? നീതി. ഏതൊക്കെ തരത്തിലുള്ള നീതി? സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയപരവുമായിട്ടുള്ള നീതി. നമ്മൾ പഠിക്കുന്നില്ലേ ആമുഖത്തിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട്? എന്തൊക്കെ ലക്ഷ്യങ്ങൾ ആമുഖത്തിന്റെ പറയുന്നത്? ഒന്ന് നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇതൊക്കെ ലക്ഷ്യങ്ങളായിട്ട് അതിൽ പറയുന്നില്ലേ? ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നില്ലേ? അപ്പൊ അതിലുള്ള നീതി ഏതൊക്കെ തരത്തിലുള്ള? സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയപരമായിട്ടുള്ള നീതി. പിന്നെ സമത്വം. എന്തിലൊക്കെയുള്ള സമത്വം? നിയമത്തിന് മുന്നിലും പദവിയിലും അവസരത്തിലുള്ള സമത്വം. പിന്നെയോ സംസാരിക്കുവാനും പ്രകടിപ്പിക്കുവാനും വിശ്വസിക്കാനും ആരാധന നടത്തുവാനും തൊഴിൽ ചെയ്യുവാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം അല്ലെ? ഇനി അതുകൂടാതെ പൊതുധാർമ്മികതയ്ക്കും വിധേയമായിട്ട് എന്ത് ചെയ്യുന്നു? പൊതുധാർമ്മികതയ്ക്ക് വിധേയമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് എന്നാണ് എന്തിൽ പറഞ്ഞിട്ടുള്ളത്? ഈ ഒരു ലക്ഷ്യപ്രമേയത്തിന്റെ അടുത്ത പോയിന്റ് ആയിട്ട്. അപ്പൊ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ നമുക്ക്. ഫസ്റ്റ് പോയിന്റ് ആണ് സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ആയിരിക്കും എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്താ? ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയുടെയും പിന്നെ നാട്ടുരാജ്യങ്ങളുടെയും പിന്നെ ഭാഗമാവാൻ ആഗ്രഹിക്കുന്ന പ്രദേശങ്ങളുടെയും പിന്നെ കേന്ദ്രത്തിലുള്ള അധികാരങ്ങൾ ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ സ്വയംഭരണ അധികാരങ്ങളായിട്ട് കൊടുക്കുന്നതായിരിക്കും. പിന്നെ പറഞ്ഞത് ഈ പരമാധികാരം ആരിൽ നിന്നാണ്? ജനങ്ങളിൽ നിന്നാണ്. പിന്നെ നീതിയെ കുറിച്ചും സ്വാതന്ത്ര്യം സമത്വത്തിനെ കുറിച്ചും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ അടുത്ത പോയിന്റ് ആയിട്ട് പറയുന്നത്. പിന്നെ നോക്കിയേ, ന്യൂനപക്ഷങ്ങള്, പിന്നോക്ക ഗോത്രവർഗ മേഖലകള്, അടിച്ചമർത്തപ്പെട്ടവര്, മറ്റ് പിന്നോക്ക വിഭാഗക്കാർ തുടങ്ങിയവർക്ക് എന്ത് കൊടുക്കണം? മതിയായിട്ടുള്ള സംരക്ഷണം കൊടുക്കണം. അതാണ് അവിടുത്തെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് അന്ന് ഏറ്റവും കൂടുതൽ അടിച്ചമർത്തപ്പെട്ട വിഭാഗക്കാരായിരുന്നു ഏത്? ഈ വിഭാഗക്കാർ എന്ന് പറയുന്നത്. അപ്പൊ ഇവർക്കൊക്കെ കൂടുതലായിട്ട് എന്ത് ചെയ്യണം? സംരക്ഷണവും കാര്യങ്ങളും കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇനി റിപ്പബ്ലിക്കിന്റെ ഭൂപ്രദേശപരമായിട്ടുള്ള അഖണ്ഡതയും കര, കടൽ, ആകാശം, അതായത് നമ്മുടെ ഭൂപ്രദേശം മാത്രമല്ല ബാക്കിയുള്ള അതിനെ സംബന്ധിക്കുന്ന കടല്, ആകാശം, ഇതിലൊക്കെ പരമാധികാരം ആർക്ക് തന്നെ ഉണ്ടാവുക? ഇന്ത്യക്കാർക്ക് തന്നെയായിരിക്കും എന്ന് പറഞ്ഞു വെക്കുന്നു. ഇനി അടുത്ത നോക്ക്, അവസാനത്തെ പോയിന്റ് പറയുന്നു ലോക സമാധാനത്തിനും മാനവരാശിയുടെ ക്ഷേമത്തിനൊക്കെ കൂടി വേണ്ടിക്കൊണ്ട് നമ്മൾ ആരുടെ ഒരു പ്രേരണ ഇല്ലാതെ തന്നെ പ്രവർത്തിക്കുന്നതാണ് എന്ത് ചെയ്യുന്നത്? അവസാനമായിട്ട് ലക്ഷ്യപ്രമേയത്തിലുള്ള പോയിന്റ് പറയുന്നത്.
ക്ലിയർ അല്ലേ പറഞ്ഞ കാര്യങ്ങൾ മൊത്തം? ഇതൊക്കെയാണ് NCERT-യിൽ ലക്ഷ്യപ്രമേയത്തിന്റെ പോയിന്റ്സ് ആയിട്ട് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, എന്ന് നോക്ക് നമുക്ക്. SCERT-യിൽ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് 9ാം ക്ലാസ്സിലെ 4ാമത്തെ പാഠം എടുത്ത സമയത്ത് ഓൾറെഡി നമ്മൾ ഈ കാര്യം പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. കുറച്ചും കൂടി സിംപ്ലർ വേർഷനിലാണ് എന്ത് ചെയ്യുന്നത് SCERT-യിൽ ഈ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. നോക്ക്, ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി തീർക്കുവാനും അതിനായി ഒരു ഭരണഘടന തയ്യാറാക്കുവാനുമുള്ള ഗൗരവമേറിയ ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നു. ഇനി ഞാനിവിടെ ഇട്ടെന്ന് വെച്ചാൽ എങ്ങാനും ഇനി SCERT-യിലുള്ള പോയിന്റ് ആണ് ചോദിച്ചതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? NCERT മാത്രം പഠിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വെട്ടുപോകും അല്ലെ. അപ്പൊ ഇതും കൂടെ ഓർമ്മിച്ച് വെക്കാം. സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്നത് രണ്ടാമത്തെ സെയിം പോയിന്റ് തന്നെ. ബ്രിട്ടീഷ് ഇന്ത്യൻ ഭൂപ്രദേശങ്ങൾ, സംസ്ഥാനങ്ങൾ, മറ്റു ഭാഗങ്ങളൊക്കെയാണ്. ഇനി പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നോക്കാൻ വേണ്ടി കൊണ്ട് പറ്റുള്ളൂ. എക്സ്ക്യൂസ് ചെയ്യാം കേട്ടോ. ഇനി അടുത്തത് മൂന്നാമത് നമ്മുടെ പോയിന്റ്, സ്വയംഭരണ അധികാരമായിട്ട് എന്ത് ചെയ്യുന്നു? മറ്റുള്ള വിഭാഗങ്ങൾക്ക് കൊടുക്കും. അടുത്ത നോക്ക്, എല്ലാ അധികാരങ്ങളും ആരിൽ നിന്നായിരിക്കും? ജനങ്ങളിൽ നിന്നായിരിക്കും ഉത്ഭവിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ നീതിയും സമത്വവും സ്വാതന്ത്ര്യവും ഇതൊക്കെ എന്ത് ചെയ്യും? പൊതു ധാർമ്മികതയ്ക്ക് വിധേയമായിട്ട് ജനങ്ങൾക്ക് കൊടുക്കുന്നതാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു അവസാനമായിട്ടുള്ള പോയിന്റിൽ പറഞ്ഞു വെക്കുന്നത്. ഇത്രയുമാണ് എന്ത് ചെയ്യുന്നത്? ലക്ഷ്യപ്രമേയത്തിൽ പറയുന്ന പോയിന്റ്സ്. ഒന്നും കൂടി ക്ലാസ് എന്ത് ചെയ്യുക? 2x സ്പീഡിലിട്ടൊന്ന് കേട്ടു വെക്കുക. ഓക്കെ, ആ സമയത്ത് എന്താ വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ നിങ്ങളെ മൈൻഡിലേക്ക് ഉറച്ചു നിൽക്കും. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ്, അതായത് ഇപ്പം ഫുൾ പോയിന്റ് ആയിട്ട് എഴുതി വെക്കണ്ട, ജസ്റ്റ് ഒരു പോയിന്റ് ഇല്ലേ. അപ്പൊ ഫസ്റ്റ് പറയുന്നത് സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്, മറ്റത് ബ്രിട്ടീഷ് ഇന്ത്യ പ്ലസ് നാട്ടുരാജ്യം പ്ലസ് ഇന്ത്യൻ ഭാഗമാകാനാവുന്ന പ്രദേശങ്ങൾ, അങ്ങനെ എഴുതിക്കാം. മറ്റേ പോയിന്റ്